300ഓളം വെറൈറ്റി മാവുകൾ ഞങ്ങളിവിടെ വളർത്തുന്നുണ്ട്. ഞങ്ങളുടെ ഫാമിലെ ഈ സീസണിലെ ആദ്യത്തെ മാങ്ങകളാണ്. നിറച്ച് കായകളുണ്ടായിട്ടുണ്ട്. ഈ കാണുന്നത് ടിഷ്യൂ കൾച്ചർ പൈനാപ്പിളാണ്. മുന്തിരിയേക്കാട്ടിലും ടേസ്റ്റ് ഉണ്ട്. ഇത് ഞങ്ങളുടെ തേനീച്ചക്കൂടുകളാണ്. ഇത് മറ്റൊരു ഹൈബ്രിഡ് വെറൈറ്റി പപ്പായയാണ്. നിറച്ച് പൂത്തിട്ടുണ്ട്. ഞങ്ങളുടെ ഈ ഫാമിൽ പലതരം പേരകൾ ഉണ്ട്. വാഴക്കുളം പൈനാപ്പിളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് നല്ല ഗ്രോത്താണ്. ഇതതിൻ്റെ കായാണ്. ഈ കാണുന്നത് കായാണ്. ഇത് വലുതായി വരും, നീണ്ടിരിക്കും, നല്ല നീളത്തിലാണ്. എപ്പോഴും കായകളുണ്ടാവും. ഇപ്പോൾ ഇത് കായകളുണ്ട്. ഏർലി ബ്ലൂമറാണ്. നേരത്തെ തന്നെ പൂത്തിട്ടുണ്ട്. കണ്ടോ, ധാരാളമായിട്ട് പൂക്കുന്നുണ്ട്. താഴെ ഇരിക്കുന്നത് വൻതേനീച്ച കൂടുകളാണ്. മുകളിലുള്ളത് ചെറുതേനീച്ച കൂടുകളാണ്. 1.5 കിലോ വലുപ്പം വയ്ക്കുന്നതാണ്. ഈ വർഷം ഒരു 3-4 പ്രാവശ്യമായിട്ട് ഇതിൽ നിന്ന് പഴങ്ങൾ കിട്ടി. പഴുത്ത് കഴിയുമ്പോൾ മഞ്ഞ കളറിൽ വരും. മാംഗോ ഹൈവ്സ് ഫാമിലേക്ക് സ്വാഗതം. ഏകദേശം 300ഓളം വെറൈറ്റി മാവുകൾ, ഈ കാണുന്ന എല്ലാം മാവുകളാണ്. 300ഓളം വെറൈറ്റി മാവുകൾ ഞങ്ങളിവിടെ വളർത്തുന്നുണ്ട്. ഇതിൽ കേരളത്തിലെ പോപ്പുലറായിട്ടുള്ള ഏകദേശം എല്ലാ വെറൈറ്റികളും ഞങ്ങളുടെ കളക്ഷനിലുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നും പോപ്പുലറായിട്ടുള്ള മാവുകൾ ഇവിടെ വളർത്തിയിട്ടുണ്ട്. വളരെ പോപ്പുലറായിട്ടുള്ള വിദേശ ഇനങ്ങൾ ഇസ്രയേൽ, ഈജിപ്ത്, തായ്ലൻഡ്, ഫ്ലോറിഡ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള മാവുകൾ ഞങ്ങളിവിടെ വളർത്തുന്നുണ്ട്. ഇത് കൂടാതെ മറ്റ് ഫ്രൂട്ട് പ്ലാന്റ്സും ഉണ്ട്. അതിനോടൊപ്പം തന്നെ തേനീച്ച വളർത്തലുമുണ്ട്. വൻതേനീച്ചകളുണ്ട്, ചെറുതേനീച്ചകളുമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഫാമിന് മാംഗോ ഹൈവ്സ് എന്ന് പേരിടാൻ കാരണം. മാവും ഉണ്ട്, അതുപോലെ ഹണി ബി ഹൈവ്സും ഉണ്ട്. ഞങ്ങളുടെ ഫാമിലെ ഈ സീസണിലെ ആദ്യത്തെ മാങ്ങകളാണ്. ഇത് വെറൈറ്റി സോണിയ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. സാധാരണയായിട്ട് ആദ്യമേ തന്നെ ഏർലി ബ്ലൂമിംഗ് ഉള്ള ഒരു മാവാണ്. ഇപ്പോൾ ഇന്നെന്ന് പറയുന്നത് ഡേറ്റ് 2025 ഒക്ടോബർ 3-ാം തീയതിയാണ്. അപ്പോൾ അത്ര നേരത്തെ മാങ്ങകളുണ്ടായി. വേറെ 10-15 മാവുകൾ പൂത്തിട്ടുണ്ട്. പക്ഷേ നല്ല മഴ ആയതുകൊണ്ട് ഇത് പിടിക്കുമെന്നറിയില്ല. ഇതിലും ധാരാളമായിട്ട് പൂക്കൾ ഉണ്ടായിരുന്നു. കണ്ടോ, ഇവിടെ ഒരു 10-20 ഇതുപോലത്തെ കണ്ണിമാങ്ങ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം കൊഴിഞ്ഞു പോയി. നല്ല മഴയായിരുന്നു. മഴയത്തത് എല്ലാം കൊഴിഞ്ഞു പോകും. ഞങ്ങളുടെ ഫാമിലെ അബിയു മരങ്ങളാണിത്. അബിയു നിറച്ച് പൂത്തിട്ടുണ്ട്. ഉണ്ടോ, നന്നായിട്ട് പൂത്തിട്ടുണ്ട്. നിറച്ച് പൂക്കളാണ്. ഇതതിൻ്റെ കായാണ്. ഈ കാണുന്നത് കായാണ്. ഇത് വലുതായി വരും. ഇത് തീരെ ചെറുതാണ്. ഇവിടെയൊക്കെ നമുക്ക് കായകൾ കാണാൻ സാധിക്കും. ഈ കാണുന്നതൊക്കെ കായാണ്. ഇത് വലുതായി വരും. അത്യാവശ്യം നല്ലൊരു ഫ്രൂട്ടാണ്. ധാരാളമായിട്ടുണ്ടാവും. ഇതിൽ നിറച്ച് പൂക്കളുണ്ട്. ഇത് രാവിലെ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നിറച്ച് തേനീച്ചകളായിരിക്കും. ഈ ചെടികളിൽ, ഈ പൂക്കളിൽ നിന്നും പൂമ്പൊടിയും തേനും ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ധാരാളം തേനീച്ചകൾ ഇവിടെ വരും. തേനീച്ചകൾക്ക് ചെടികളിൽ നിന്ന് തേൻ ലഭിക്കുകയും ചെയ്യും. മറിച്ച് ചെടികൾക്ക് പോളിനേഷൻ നടത്തി കിട്ടുകയും ചെയ്യും. അതൊരു സിംബയോട്ടിക് അസോസിയേഷനാണ്. ഈ കാണുന്നതെല്ലാം തേനീച്ച കൂടുകളാണ്. താഴെ ഇരിക്കുന്നത് വൻതേനീച്ച കൂടുകളാണ്. മുകളിലുള്ളത് ചെറുതേനീച്ച കൂടുകളാണ്. ഞങ്ങളുടെ ഈ ഫാമിൽ വൻതേനീച്ചകളെയും ചെറുതേനീച്ചകളെയും വളർത്തുന്നുണ്ട്. ഇതൊരു ലോങ്ങൻ വെറൈറ്റിയാണ്. ഓൾ സീസൺ ലോങ്ങൻ എന്ന് പറയും. എപ്പോഴും കായ്ക്കും. ഇതൊരു 5 വർഷം പ്രായമായ ഒരു ചെടിയാണ്. 2 വർഷമായിട്ട് ഇതിൽ കായകളുണ്ടാവുന്നുണ്ട്. മിക്കപ്പോഴും കായകളുണ്ടാവും. ഒന്നെങ്കിൽ പൂക്കളുണ്ടാവും, അല്ലെങ്കിൽ കായകളുണ്ടാവും. ഇതൊക്കെ കായകളാണ്. തീരെ ചെറുതാണ്. ഇത് വലുതാവും, നല്ല രീതിയിൽ വലുതാവും. സ്വീറ്റായിട്ടുള്ള പഴങ്ങളാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വിദേശത്തു നിന്നൊക്കെ ധാരാളം നമുക്കിവിടെ എത്തുന്ന ഒരു പഴമാണ്. ഇവിടെ നമ്മുടെ കേരളത്തിൽ ഇതുണ്ടാകുമ്പോൾ ചെറിയൊരു ന്യൂനത ഉള്ളത് ഇതിൻ്റെ വിത്തുകൾക്ക് സ്വല്പം വലിപ്പം കൂടുതലായിരിക്കും. എങ്കിൽ തന്നെ അത്യാവശ്യം കഴിക്കാൻ പറ്റിയ ഫ്ലഷ് ഇതിനുണ്ട്. ഇത് ഞങ്ങളുടെ ഫാമിലെ റംബുട്ടാനാണ്. N18 വെറൈറ്റിയുടെ പേര് N18 എന്നാണ്. നല്ല വലുപ്പമുള്ള പഴങ്ങളാണ്. ചുവപ്പ് കളറ്. സീഡ് ഫ്ലഷിൽ നിന്നും പെട്ടെന്ന് വിട്ടുപോരുന്ന നല്ലൊരു വെറൈറ്റിയാണ് N18. ഇത് ഞങ്ങളുടെ തേനീച്ചക്കൂടുകളാണ്. കുറച്ച് തേനീച്ചക്കൂടുകളാണ്. ഇവിടെ ഒരു കുടംപുളിയുണ്ട്, വലിയൊരു കുടംപുളിയുണ്ട്. അതിൻ്റെ ചുവട്ടിലാണ് തേനീച്ച കോളനികൾ കുറച്ചെണ്ണം വെച്ചിരിക്കുന്നത്. നല്ല തണലുണ്ട്, തണുപ്പുണ്ട്. അതുപോലെ ഇതിലൊക്കെ പൂക്കളും ഉണ്ടാകുന്നതാണ്. പൂക്കളിൽ നിന്ന് ധാരാളം പൂമ്പൊടികളും തേനുകളും തേനീച്ചകൾക്ക് ലഭിക്കും. ഇതൊരു സ്വീറ്റ് ടാമിരൻ്റാണ്. വാളംപുളി നല്ല സ്വീറ്റായിരിക്കും. പൊക്കം കുറഞ്ഞ ചെടിയാണ്. ഇത് കായ്ച്ചിട്ടില്ല. ഒരു പ്രാവശ്യം പൂത്തിരുന്നു. ഇതവരെ കായ്ച്ചിട്ടില്ല. കായ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്വീറ്റാണ്. സാധാരണ നമ്മൾ കറികൾക്ക് ഉപയോഗിക്കുന്ന പുളിയല്ല, അതിലും കുറച്ചുകൂടെ സ്വീറ്റാണ്. വലിപ്പം കുറവായിരിക്കും. നല്ല സ്വീറ്റാണ്. ഇത് റെഡ് ലേഡി പപ്പായാണ്.
വളരെ ഇതിൻ്റെ ചെടി വളരെ വലിപ്പം കുറഞ്ഞ ചെടിയാണ്. കായകൾ ഉരുണ്ട കായകൾ. റെഡ് ലേഡിക്ക് നീണ്ടിട്ടും കായകളുണ്ടാവും, ഉരുണ്ടും ഉണ്ടാവും. ഇത് ഉരുണ്ട വെറൈറ്റിയാണ്. പഴുത്ത് കഴിയുമ്പോൾ ഫുള്ള് മഞ്ഞ കളറായിരിക്കും. ഇത് മറ്റൊരു ഹൈബ്രിഡ് വെറൈറ്റി പപ്പായയാണ്. ഇത് ഏകദേശം ജസ്റ്റ് പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ നിന്ന് 3-4 പഴങ്ങൾ ഓൾറെഡി ഞങ്ങൾ പറിച്ചു കഴിഞ്ഞു. ആദ്യത്തെ കായകൾ സ്വല്പം ചെറുപ്പമായിരുന്നു, പിന്നീടുണ്ടാവുന്ന നല്ല വലിപ്പമുണ്ട്, മുകളിലേക്ക് നല്ല വലിപ്പം ഉണ്ടാവും. റെഡ് ലേഡിയേക്കാട്ടിലും സ്വീറ്റാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് വിത്തുകളുണ്ടാകുകയില്ല. നോർമലി ഇതിനകത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിത്തുണ്ടാകുകയില്ല. ഇതൊരു വെറൈറ്റി പേരയാണ്, മുന്തിരിപ്പേര എന്ന് പറയും. നിറച്ച് കായകളുണ്ടായിട്ടുണ്ട്. ഏകദേശം ഈ ഒരു കളറ് വയ്ക്കുമ്പോൾ ഇത് നമുക്ക് പറിച്ചെടുത്ത് കഴിക്കാം. സ്വീറ്റാണ്. ധാരാളമായിട്ട് ഇങ്ങനെ ഉണ്ടാവും. ധാരാളമായിട്ടുണ്ടായിട്ട് കൊഴിഞ്ഞ് വീഴും. ഇത് താഴെ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. ഇതെല്ലാം അതിൻ്റെ പഴങ്ങളാണ്. ഇത് ജ്യൂസ് അടിക്കാനും നല്ലതാണ്. നല്ല ജ്യൂസ് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. ധാരാളമായിട്ട് കായകൾ പിടിക്കും. ഇതതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇവിടെയൊക്കെ നിറച്ചുണ്ട്. ഈ ഭാഗത്തൊക്കെ ഈ കൊമ്പുകൾ കണ്ടില്ലേ, നിറച്ച് കായകളാണ്. ഇത് കുറേയൊക്കെ പഴുത്ത് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. എങ്കിൽ തന്നെയും ധാരാളം കായകൾ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു വിദേശ ഇനം മാവാണ്. ഇതിൻ്റെ പേര് അമേരിക്കൻ ബ്യൂട്ടി. ഇത് ഏർലി ബ്ലൂമറാണ്. നേരത്തെ തന്നെ പൂത്തിട്ടുണ്ട്. കണ്ടോ, ധാരാളമായിട്ട് പൂക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം പൂത്തതാണ്. പക്ഷേ മഴയൊക്കെ ആയതുകൊണ്ട് പൂവെല്ലാം കൊഴിഞ്ഞു പോയി. വെയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പൂക്കൾ കായ പിടിക്കുകയുള്ളൂ. ഇത് അടുത്ത ലോട്ടാണ്. ഇവിടെ ചെറിയൊരു മാങ്ങ നമുക്ക് കാണാൻ സാധിക്കും. ചെറുതൊരെണ്ണം ഇവിടെയുണ്ട്. ഈ കാണുന്നത് ടിഷ്യൂ കൾച്ചർ പൈനാപ്പിളാണ്. അതായത് പുതിയൊരു വെറൈറ്റിയാണ്. MD2 എന്ന് പറയും. അത് നമ്മുടെ ഇന്ത്യയിൽ അത്രയധികം അവൈലബിൾ ആയിട്ടുള്ള ഒരു വെറൈറ്റി അല്ല. അതുകൊണ്ട് ഇതിൻ്റെ കാനികൾ ലഭ്യമല്ല. അപ്പോൾ ഇത് ടിഷ്യൂ കൾച്ചർ ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്തതാണ്. അതുകൊണ്ടാണ് സ്വല്പം ചെറുപ്പമാണ്. ഇത് വളർന്നു വനം. ഇത് മുള്ളില്ലാത്തതാണ്. മുള്ളില്ല. MD2 എന്ന് പറയും. നല്ല സ്വീറ്റാണ്. അതുപോലെ നല്ല കീപ്പിംഗ് ക്വാളിറ്റി ഉള്ള ഒരു ഫ്രൂട്ടാണ്. വിദേശ രാജ്യങ്ങളിൽ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ഇത് ഞാൻ 1 വർഷം മുമ്പ് വെച്ച ടിഷ്യൂ കൾച്ചർ തൈകളാണ്. പൈനാപ്പിളിൻ്റെ ടിഷ്യൂ കൾച്ചർ തൈകളാണ്. നോക്കിക്കുക, നല്ല ഗ്രോത്താണ്. വാഴക്കുളം പൈനാപ്പിളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് നല്ല ഗ്രോത്താണ്. ഇതിൻ്റെ കായകൾക്ക് നല്ല വലിപ്പം ഉണ്ടാവും. 5 കിലോ 6 കിലോ ഒക്കെ വലിപ്പം വയ്ക്കുന്ന വളരെ സ്വീറ്റായിട്ടുള്ള പഴങ്ങൾ ഉണ്ടാകുന്ന പൈനാപ്പിളാണ്. ഇത് 3 എണ്ണം ഒരു വെറൈറ്റിയാണ്. ഇത് മറ്റൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഇല കുറച്ചുകൂടെ നീണ്ടിട്ടാണ്. ഇതിന് ചെറുതായിട്ട് മുള്ള് കാണുന്നുണ്ട്. ഇതിന് തീരെ മുള്ളില്ലാത്ത വെറൈറ്റിയാണ്. ഇതിന് ചെറുതായിട്ട് മുള്ളുണ്ട്, പക്ഷേ നമ്മുടെ കയ്യിലൊന്നും കുത്തിക്കയറില്ല. വളരെ ചെറിയ മുള്ളാണ്. ഇതിൻ്റെ ഇലകൾ കുറച്ചുകൂടെ നീണ്ടിട്ടാണ്. ഇത് 3 ഒരു വെറൈറ്റിയാണ്. ഇത് മറ്റൊരു വെറൈറ്റിയാണ്. ഇതൊരു ഡ്രാഗൺ ഫ്രൂട്ടാണ്. മലേഷ്യൻ റെഡ്, അകത്ത് പിങ്ക് കളറ് ഉള്ള ഫ്രൂട്ടാണ്. സാധാരണയായിട്ട് കൊമേഴ്സ്യലായിട്ട് കൃഷി ചെയ്യുന്നത് വെറൈറ്റിയാണിത്. ഇതൊരു 4 വർഷം പഴക്കമുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഈ വർഷം ഒരു 3-4 പ്രാവശ്യമായിട്ട് ഇതിൽ നിന്ന് പഴങ്ങൾ കിട്ടി. ഇത് ലാസ്റ്റ് പഴമാണ്. സ്വല്പം ചെറുപ്പമാണ്, ചെറുതായിപ്പോയി ലാസ്റ്റ് ആയതുകൊണ്ട്. 3-4 പ്രാവശ്യമായിട്ട് 3-4 മാസത്തോളം ഇതിൽ നിന്ന് പഴം കെട്ടിക്കൊണ്ടിരുന്നതാണ്. ഇത് ജംബോട്ടിക്കാബയാണ്. ജംബോട്ടിക്കാബ എന്ന് പറഞ്ഞാൽ മരമുന്തിരി. ഇതിൽ കാച്ച് കിടക്കുന്നുണ്ട്. ഇത് കഴിക്കാൻ പാകമായിട്ടുള്ള ഒരു പഴമാണ്. മുന്തിരിയേക്കാട്ടിലും ടേസ്റ്റുണ്ട്. അതിൻ്റെ തൊലിക്കൊരു കാർപ്പുണ്ട്. തൊലി അങ്ങ് കളഞ്ഞാൽ മതി. ഉള്ളിലുള്ള ഭാഗം സ്വീറ്റാണ്. അതിൻ്റെ കളർ കണ്ടോ, നല്ലൊരു റൂബി റെഡ് കളറാണ്. റൂബിയുടെ ഒരു കളറാണ്. ഇവിടെ ഉള്ളിൽ പച്ച കാണാൻ സാധിക്കും. ഇത് പച്ചയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ തണ്ടിലാണ് പൂക്കൾ വിരിയുക. തണ്ടിൽ ഇത് കണ്ടോ, തണ്ടിലാണ് പൂക്കൾ വിരിയുക. നിറച്ചുണ്ടാവും. ഇത് മഴ കഴിയുമ്പം നിറച്ച് തണ്ടിൽ നിറച്ച് പുറ്റുപോലെ ഉണ്ടാവും. ഈ പൂക്കൾ കാണുന്നില്ലേ, ഈ പൂക്കളെല്ലാം കായ്കളാവും. അധികം മിസ്സാകിയല്ല, എല്ലാം തന്നെ കായ്കളാവും. ഇത് മറ്റൊരിനം ജംബോട്ടിക്കാവയാണ്, മരമുന്തിരിയാണ്. കണ്ടോ, കായ്ക്ക് അതിൻ്റെ കളറ് ലൈറ്റ് ഗ്രീൻ കളർ, കൊലകുത്തി ഉണ്ടാവും. ഇതിൻ്റെ പൂക്കളാണ് ഈ കാണുന്നതല്ല, നിറച്ചുണ്ടാവും. ഈ സ്റ്റെമ്മ് നിറച്ച് ഉണ്ടാവും. ഇത് നിലത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ജംബോട്ടിക്കാവ നിലത്ത് വെച്ച് കഴിഞ്ഞാൽ ധാരാളമായിട്ട് കായകളുണ്ടാവും. ഇതൊക്കെ പൂക്കളാണ്, ഇതെല്ലാം കായകളാവും. ഈ കാണുന്നതെല്ലാം സാധാരണയായിട്ട് ആൾക്കാരിത് ചെടിച്ചട്ടിയിലാണ് വയ്ക്കുക. അതിൽ നന്നായിട്ട് കായകളുണ്ടാകും ലാൻഡിൽ വെച്ച മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ. ഇതൊരു പ്രത്യേകതരം പേരയാണ്, സ്ട്രോബെറി
ഗുവ എന്ന് പറയും, സ്ട്രോബെറി പേര. ചെറിയ പേരയ്ക്കയാണ്, നല്ല ടേസ്റ്റാണ്. കഴിഞ്ഞ വർഷം ഇത് പൂത്തിരുന്നു, കായ പിടിച്ചില്ല. ഈ വർഷം മിക്കവാറും പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. ഇത് ആമസോൺ റെയിൻ ഫോറസ്റ്റ് പ്ലം, ഒരുതരം പ്ലമാണ്. നിറച്ച് പൂത്തിട്ടുണ്ട്, കായകളും ഉണ്ടാവും. മുന്തിരി പോലെ കുറച്ചുകൂടെ വലുപ്പമുണ്ട്. മുന്തിരിയുടെ പഴത്തിൻ്റെ കളറായിരിക്കും. ധാരാളമായിട്ട് കായകളുണ്ടാവും. ഇത് പൂക്കുമ്പോൾ സ്വീറ്റ് സ്മെല്ലാണ്. രാവിലെ വന്നു കഴിയുമ്പോൾ നല്ല സ്വീറ്റ് സ്മെല്ലായിരിക്കും. ഇത് ഒരു ഇനം സ്വീറ്റ് ലൂബിയാണ്, ഐശ്വര്യ സ്വീറ്റ് ലൂബി എന്ന് പറയും. ഞങ്ങളുടെ ഫാമിൽ 2 വെറൈറ്റി സ്വീറ്റ് ലൂബി ഉണ്ട്. ഒന്ന് NR സ്വീറ്റ് ലൂബിയും മറ്റൊന്ന് ഐശ്വര്യയാണ് കുറച്ചുകൂടെ നല്ലത്. നല്ല വലിപ്പമുള്ള കായകളാണ്. ഇത് പൂത്തിട്ടുണ്ട്, പൂക്കുകയല്ല, ഇത് കായ ഏകദേശം ആയിക്കഴിഞ്ഞു. കൊലകുത്തി ഉണ്ടാവും, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഞങ്ങളുടെ ഫാമിൽ പലതരം പേരകൾ ഉണ്ട്. അതിലൊരു വെറൈറ്റിയാണിത് VNR പേര. ഇത് ഫേമസ് ആയിട്ടുള്ള നല്ല ഫ്രൂട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പേര മരമാണ്. അതുപോലെ തന്നെ ഇത് മറ്റൊരു വെറൈറ്റി പേരയാണ്. ഇത് ചാമ്പ വെറൈറ്റികളാണ്. ചുവപ്പ് നിറത്തിലുള്ള ചാമ്പയ്ക്കാണ് ഇതിലുണ്ടാകുക. കൊലകുത്തി ഉണ്ടാവും. അതുപോലെ തന്നെ ഇത് മറ്റൊരു വെറൈറ്റിയാണ്, പച്ച കളറ്. ഒരു പ്രത്യേക പച്ചയാണ്, നല്ല രസമുള്ള പച്ച കളറാണ്. ധാരാളമായിട്ട് ഉണ്ടാവും. ഇത് ആരോമ ലെമൺ എന്ന് പറയുന്ന ഒരു നാരങ്ങയാണ്. അച്ചാറിനൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ ജ്യൂസിനും നല്ലതാണ്. നീണ്ടിരിക്കും, നല്ല നീളത്തിലാണ്. എപ്പോഴും കായകളുണ്ടാവും. ഇപ്പോൾ ഇത് കായകളുണ്ട്. ഇവിടെ പൂക്കൾ നമുക്ക് കാണാൻ സാധിക്കും. പലയിടത്തുമായിട്ട് മൊട്ടുകൾ, ഇപ്പോൾ ഇവിടെയൊക്കെ ഉണ്ടോ, നല്ല കളർഫുള്ളായിട്ടുള്ള മൊട്ടുകൾ കാണാൻ സാധിക്കും. അതുപോലെ ഇവിടെ ചെറിയ കായകൾ, വളരെ ചെറിയ കായകൾ ധാരാളമായിട്ടുണ്ടാവും. നല്ലൊരു വെറൈറ്റിയാണ്. ഇത് നല്ല സ്മെല്ലാണ്. നമ്മൾ ഇതിൻ്റെ അടുത്തുകൂടി വരുമ്പോൾ ഇതിൻ്റെ ഇലയിൽ മുട്ടിക്കഴിഞ്ഞാൽ നല്ല സ്മെല്ലാണ്. ആരോമ ലെമൺ തന്നെയാണ് പറയുക. ആരോമ എന്ന് പറഞ്ഞാൽ സ്മെല്ല്. ഇതൊരു ഇനം കമ്പിളിനാരകമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് സാധാരണ കമ്പിളിനാരകമൊക്കെ റൗണ്ട് ഷേപ്പിലാണ് വരിക. ഇത് സ്വല്പം നീണ്ടിട്ടാണ്. മറ്റേ നമ്മളെ കറിനാരകയില്ലേ, അതുപോലത്തെ നാരങ്ങയാണ്. നല്ല വലുപ്പം വയ്ക്കും. മഞ്ഞ കളറാണ്, നല്ല കളർഫുള്ളാണ്. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് കണ്ട, ഇവിടെ ചെറുത് വരുന്നുണ്ട്. പൂക്കൾ, ഇവിടെയൊക്കെ പൂക്കൾ കാണാൻ സാധിക്കും. ഇതൊക്കെ അതിൻ്റെ പൂവാണ്. ഇതതിൻ്റെ പൂവാണ്. ഈ കാണുന്നത് പൂവാണ്. ധാരാളമായിട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇത് അതിൻ്റെ കായാണ്. 1.5 കിലോ വലുപ്പം വയ്ക്കുന്നതാണ്. നല്ലൊരു ഇനമാണ്. ഇതിൻ്റെ ഇലയ്ക്കൊക്കെ നല്ല സ്മെല്ലാണ്. നമ്മൾ ഇതിൻ്റെ നാരകത്തിൻ്റെ ഇടയിൽ കൂടിയൊക്കെ നടക്കുമ്പോൾ നല്ല സ്മെല്ലാണ്. ഒരിനം കപ്പയാണ്, ബർമ കപ്പ എന്ന് പറയും. ആദ്യമായിട്ടാണ് ഇത് കുഴിച്ചിട്ടിട്ട് ഇത് ഇത്രയും വളർന്നിരിക്കുന്നത്. കിഴങ്ങുകൾ എങ്ങനെയാണ് എന്നറിയില്ല. കേട്ടിടത്തോളം നല്ല രുചിയുള്ള കിഴങ്ങുകളാണ്. നല്ല 100 കിഴങ്ങുകളാണ്. ഇതൊരു ഇനം സപ്പോട്ടയാണ്, ബനാന സപ്പോട്ട. നീണ്ട പഴങ്ങളാണ്. എപ്പോഴും കായകളുണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് സ്വല്പം കുറഞ്ഞതാണ്, എന്നാലും താഴെയൊക്കെ കായകൾ നമുക്ക് കാണാൻ സാധിക്കും. സ്വീറ്റായിട്ടുള്ള പഴമാണ്, എപ്പോഴും ഉണ്ടാവും. സ്വല്പം നീണ്ടാണ് ഇതിൻ്റെ പഴങ്ങൾ ഇരിക്കുക. ഇതൊരു ആത്ത വെറൈറ്റിയാണ്, പൊക്കം കുറഞ്ഞ് വളരുന്നതാണ്. ഇതതിൻ്റെ കായാണ്. ഇത് പഴുത്ത് കഴിയുമ്പോൾ മഞ്ഞ കളറിൽ വരും. സ്വീറ്റാണ്. ഇത് അർസ ബോയ് എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ്. നമുക്കിവിടെ ഇതിൽ പൂക്കൾ കാണാൻ സാധിക്കും. അതുപോലെ ഇത് അതിൻ്റെ കായാണ് ഈ കാണുന്നത്. ചെറിയ കായാണ്. നല്ല മഞ്ഞ നിറത്തിലുള്ള പഴങ്ങളാണ്. പക്ഷേ അതിൻ്റെ ഒരു ന്യൂനത, പഴത്തിന് നല്ല പുളിയുണ്ടാവും. അപ്പോൾ ഇത് സാധാരണയായിട്ട് ജ്യൂസിനും മറ്റുമാണ് ഉപയോഗിക്കുക. ഇതും അതിൻ്റെ കായാണ്. ഇവിടെയും കായുണ്ടതേ, 2-3 കാകൾ. മറ്റ് ജ്യൂസുകളുടെ കൂടെ ഇത് ജ്യൂസ് അടിക്കാൻ നല്ലതാണ്. നല്ലൊരു ഫ്ലേവറുണ്ട്. ഈ പഴത്തിന് നല്ലൊരു ഫ്ലേവറുണ്ട്. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്.